എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ഒരു അസംഷനിലേക്ക് ഒരു 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 ചിന്തയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലെങ്കിലും രാഹുൽ പാലക്കാട്ട് തന്നെ ഉണ്ട്, പാലക്കാട്ട് തുടരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചില നീക്കുപോക്കുകൾ അതിനുവേണ്ടി നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണെങ്കിലും അതവിടെ നിൽക്കട്ടെ. രാഹുൽ മാങ്കൂട്ടം കൃത്യമായിട്ട് നിയുക്ത MLA അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം എത്തുന്നത്. ഇന്നലെ പാലക്കാടിന്റെ മണ്ണില് തന്നെ ചവിട്ടി താഴ്ത്തിയവരുടെ മുന്നില്, തന്നെ വേട്ടയാടിയവരുടെ മുന്നില്, ആ പാലക്കാട്ടിന്റെ മതേതരത്വ മണ്ണില് ആനന്ദ നൃത്തമാടുന്ന രാഹുലിനെയും നമ്മൾ ഇന്നലെ കണ്ടു അല്ലേ? ആ രാഹുല് പാലക്കാട് തന്നെയുണ്ട്. രമേശ് പിഷാരടിയുടെ വിജയം വലിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയി, പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പത്തനംതിട്ടക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട്ട് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി മത്സരിപ്പിച്ചു, വിജയിപ്പിച്ചു. പാലക്കാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു അല്ലേ? ആ വിജയങ്ങൾ ഒക്കെ ഉണ്ടായപ്പോൾ അതിനുശേഷമുണ്ടായ വിവാദങ്ങളും ആരോപണങ്ങളും കേസുകളും പരാതികളും അറസ്റ്റുകളും ഒക്കെ ഈ വേട്ടയാടൽ, അതിനുശേഷമുണ്ടായ വേട്ടയാടൽ, ഒറ്റവാക്കിൽ അങ്ങനെയാണല്ലോ നമുക്കതിനെ പറയാൻ കഴിയുക അല്ലേ? അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ വേട്ടയായിരുന്നില്ലേ നടന്നത്? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെ തകർക്കാൻ വേണ്ടിയുള്ള വേട്ടയായിരുന്നില്ലേ നടന്നത്? അപ്പോൾ അതിൻ്റെ ഫലം മറ്റൊന്നായിരുന്നെങ്കിൽ പോലും അയാളെ വേട്ടയാടുകയായിരുന്നു. അപ്പോൾ ആ വേട്ടയാടലുകൾ നടത്തിയിട്ട് രമേശ് പിഷാരടിയെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയാക്കുന്നു. ആ സ്ഥാനാർത്ഥിയാക്കിയ അവസരത്തിൽ വലിയ ക്യാമ്പയിനുകൾ നടന്നു പല രീതിയിൽ. അതിൽ പ്രധാനമായിട്ടും രാഹുൽ എന്ന് പറയുന്ന പെണ്ണുപിടിയനെ കൊണ്ടുവന്ന് MLA ആക്കി അതേ കോൺഗ്രസ് വീണ്ടും മറ്റൊരു പെണ്ണുപിടിയനെ കൊണ്ടുവരുന്നു എന്നൊക്കെയായിരുന്നു, ആ തരത്തിലായിരുന്നു പ്രചരണങ്ങൾ. അപ്പോഴൊക്കെ പല ആശങ്കകളും ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന വിവാദങ്ങൾ അത് രമേശ് പിഷാരടിയുടെ വിജയത്തെ സ്വാധീനിക്കുമോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ പാലക്കാടിൻ്റെ MLA എന്നുള്ള രീതിയിൽ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ അത് രമേശ് പിഷാരടിയുടെ പ്രവർത്തനങ്ങളെയും വിജയങ്ങളെയും ബാധിക്കുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ക്യാമ്പയിനുകൾ, മറുഭാഗത്ത് വിജയൻ്റെ കൃമികീടങ്ങൾ, ഒരു ഭാഗത്ത് നിന്ന് കോൺഗ്രസ്സുകാരാണ് UDF കാരാണ് എന്നുള്ള രീതിയിൽ ഞങ്ങളാരും